എന്നിട്ട് ഈ പുള്ളിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ രക്ഷാപ്രവർത്തനത്തിനോ യാതൊരു നേതൃത്വം കൊടുത്തിട്ടില്ല. അവന്റെ കാര്യം മാത്രം ന്യായീകരിച്ചിട്ട് വെക്കുക. ആ ടൈമിൽ ആ പുള്ളിയെ കൊണ്ടുവരുന്ന പുള്ളി രക്ഷപ്പെട്ടനെ. അടിയോളം പുള്ളിയെ വലിച്ചോണ്ട് പോയി ടിപ്പർ വലിച്ചു. വീട്ടില് ഇതേപോലെ വന്നിട്ട് പറഞ്ഞു മൊഴി കൊടുക്കാൻ പോരുത് അങ്ങനെയൊക്കെ കാര്യം പറയുകയും ചെയ്തു. ഞാൻ പറഞ്ഞ കണ്ട കാര്യം കറക്റ്റായിട്ട് ഞാൻ തുറന്നു പറയുന്നത്. ആരാണ് പറഞ്ഞത്? ഞാൻ പട്ടാഴി ദേവീക്ഷേത്രത്തിന്റെ അവിടെ നിന്ന് വരുന്ന വഴിക്ക് ഒരു ടിപ്പർ അമിത സ്പീഡിൽ എന്റെ മുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു. ആറാട്ടുപുഴയ്ക്ക് പോകുന്ന വഴിക്ക് വെച്ച് ഒരു സ്കൂട്ടർ യാത്രികൻ അതിന്റെ തൊട്ട് ഫ്രണ്ടിലുണ്ടായിരുന്നു. ഈ ടിപ്പർ ഓവർ സ്പീഡായിരുന്നു. എന്നിട്ട് ഈ സ്കൂട്ടർ യാത്രികനെ നിരന്തരമായിട്ട് ഹോണടി ശല്യപ്പെടുത്തിയതുകൊണ്ട് പുള്ളി തിരിഞ്ഞു നോക്കി എന്താണെന്ന് ചോദിച്ച് തിരിയുമ്പോഴത്തേനും ടിപ്പർ ഇടത്തോട്ട് പിടിക്കുകയും ഈ സ്കൂട്ടർ ഓടിച്ച പുള്ളി തൊട്ടപ്പുറത്ത് ഓട്ടോറിക്ഷ അടപ്പുണ്ടായിരുന്നു. അതിൽ തട്ടി നേരെ ടിപ്പറിന്റെ അടിയിലേക്ക് വീഴുകയും ചെയ്ത് ഒരു 5 അടിയോളം പുള്ളിയെ വലിച്ചുകൊണ്ട് പോയി. ടിപ്പർ വലിച്ചുകൊണ്ട് പോയിട്ട് ഞങ്ങൾ എന്നിട്ട് ഞാൻ തൊട്ട് ബാക്കിൽ ബൈക്കിലുണ്ടായിരുന്നു. ഞാൻ എന്റെ സുഹൃത്തും കൂടെ പെട്ടെന്ന് ചാടി ഇറങ്ങിയിട്ട് ചെന്ന് ടിപ്പർ നിർത്താൻ പറഞ്ഞിട്ട് നിർത്തിയിട്ട് ഇവന്റെ അടുത്ത് പറഞ്ഞ് വണ്ടി റിവേഴ്സ് എടുക്കാൻ പറഞ്ഞിട്ട് റിവേഴ്സ് എടുക്കാൻ നിൽക്കാതെ ഇപ്പം വണ്ടിയിൽ നിന്ന് തന്നെ ഇറങ്ങിയിട്ട് ഞങ്ങളുടെ അടുത്ത് ഒരു അയാളുടെ കുഴപ്പമാണോ മറ്റയാളുടെ കുറ്റമാണെന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് റോങ് സൈഡ് കാണിച്ചിട്ട് ഞാൻ എന്നിട്ട് നാട്ടുകാരെല്ലാം കൂടിയിട്ട് വണ്ടി ടിപ്പർ ബാക്കിലോട്ട് ഇടിപ്പിച്ചിട്ട് ഈ പുള്ളിയെ ഞാനും എന്റെ സുഹൃത്തും കൂടെ വണ്ടിയുടെ അടിയിൽ നിന്ന് എടുത്ത് വെച്ചപ്പോഴും പുള്ളിക്ക് ജീവൻ ഉണ്ടായിരുന്നു. അങ്ങനെ 10-25 മിനിറ്റോളം പുള്ളി അവിടെ കിടന്നു. ആ ടൈമിൽ പുള്ളിയെ കൊണ്ടുവരുന്നെങ്കിൽ രക്ഷപ്പെട്ടാനെ. എന്നിട്ട് ഇവൻ ന്യായീകരിക്കാനായിട്ട് നിൽക്കുക. ഈ വണ്ടി ഓടിച്ച പയ്യൻ ഇനി ലൈസൻസ് ഉണ്ടോ എന്ന് പോലും അവന് അറിയത്തില്ല. എന്നിട്ട് അവിടുത്തെ വാർഡ് മെമ്പർ ജിബു അങ്ങനെയുള്ള ആൾക്കാരെല്ലാം കയറി ഒരു പിക്കപ്പിനകത്ത് കയറ്റി കൊണ്ടുപോയി പുള്ളി മരിച്ചു പോയെന്നാണ് പിന്നെ അറിഞ്ഞ റിപ്പോർട്ട്. ടിപ്പർ ഓടിച്ച വ്യക്തി നിങ്ങൾ നേരിട്ട് കണ്ടറിയാം. ഒരു പയ്യനാണ്. അത് ഏത് ഭാഗത്തുള്ള പയ്യനാന്ന് അറിയാം? പട്ടാഴിയിലുള്ള ഞാൻ കണ്ടിട്ടുണ്ട്. പട്ടാഴിയിലുള്ള പയ്യനാന്ന് കണ്ടിട്ടുണ്ട്. പയ്യനെ നേരിട്ട് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും. എന്നിട്ട് എപ്പോഴാണ് അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്? സംഭവം നടക്കുന്ന ഒരു 6:30 സമയത്ത് നടക്കുന്നത്. എന്തായാലും ഒരു 10-25 മിനിറ്റോളം പുള്ളി അവിടെ കിടപ്പ്. ഞങ്ങൾ ടിപ്പറിന്റെ അടിയിൽ നിന്ന് വലിച്ചെടുക്കുന്ന സമയത്ത് ബ്ലഡോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. മുഖത്തിന്റെ ഒരു സൈഡ് കംപ്ലീറ്റ് പോയിട്ടുണ്ടായിരുന്നു. ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ഹെൽമെറ്റ് ഉൾപ്പെടെ പൊട്ടിയിട്ടാണ് നിന്നത്. വണ്ടി റിവേഴ്സ് എടുപ്പിച്ചിട്ട് ഞങ്ങൾ കുറെ നേരം നോക്കി നിന്നിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പുള്ളിയുടെ ബാക്കിൽ നിന്ന് ബ്ലഡ് വന്നത്. ടിപ്പർ അമിത വേഗമായിരുന്നു. നല്ല വേഗമായിരുന്നു. പട്ടാഴി അമ്പലത്തിന്റെ റിട്ടേൺ വണ്ടി നല്ല വേഗത്തിലായിരുന്നു. ഈ പുള്ളിക്ക് ലൈസൻസ് കാണത്തില്ലായിരിക്കും. കൊച്ചു പയ്യനാ, അറിയാൻ പാടില്ല. അതിനെ കുറിച്ച് അന്വേഷിക്കേണ്ടി വരും. ഈ വണ്ടിയുടെ അടിയിൽ ഓൾറെഡി ഈ പയ്യൻ അത്രയും ദൂരം കിടന്നിട്ട് ഇവനെ വണ്ടി റിവേഴ്സ് എടുക്കാൻ പറഞ്ഞിട്ട് പോലും റിവേഴ്സ് എടുത്തില്ല. എന്നിട്ട് വണ്ടിയുടെ അടിയിൽ ആൾ കിടക്കുമായിരുന്നു. എന്നിട്ട് ഇവൻ ഇറങ്ങി വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് ചൂടാവാൻ നിൽക്കുക. എന്തോ എന്റെ കയ്യിൽ അത് കുഴപ്പമാണോ? ഞാൻ പറഞ്ഞാൽ വണ്ടി നീ റിവേഴ്സ് എടുക്കാൻ പറഞ്ഞിട്ട് എടുത്തില്ല. എന്നിട്ട് ഞാൻ വന്ന് വണ്ടിയുടെ സൈഡിലൊക്കെ തട്ടിയിട്ട് ഇവന്റെ പെട്ടെന്ന് വണ്ടി എടുത്ത് മാറ്റാൻ പറഞ്ഞപ്പോഴാണ് മാത്രം ബാക്കിലോട്ട് എടുത്തത്. ഓൾറെഡി അതിന്റെ ഫോട്ടോസ് ഉൾപ്പെടെ എന്റെ കിടപ്പുണ്ടത് ബാക്കിലോട്ട് എടുത്തത്. അപ്പം വണ്ടിക്ക് അടിയിൽ ഉടനെ ഈ ബൈക്ക് യാത്രയും കിടക്കുവാണ്. വണ്ടി നിർത്താൻ കൂട്ടാക്കിയിട്ടില്ല. എന്നിട്ട് ഈ പുള്ളിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ രക്ഷാപ്രവർത്തനത്തിനോ യാതൊരു നേതൃത്വം കൊടുത്തിട്ടില്ല. അവന്റെ കാര്യം മാത്രം ന്യായീകരിച്ചിട്ട് വെക്കുക. ആ ടൈമിൽ ആ പുള്ളിയെ കൊണ്ടുവരുന്ന പുള്ളി രക്ഷപ്പെട്ടനെ. അതിനുശേഷം പോലീസുകാർ അദ്ദേഹത്തിന് പിടിച്ചിട്ടുണ്ടോ? അത് എനിക്ക് തോന്നുന്നില്ല. ഇതുവരെ ഒന്നും ആയിട്ടില്ലെന്നാ തോന്നുന്നത്. കാര്യങ്ങളൊന്നുമില്ല. ഞാനും എന്റെ സുഹൃത്തോടെ കണ്ടത്. അവനെ വേണമെങ്കിൽ വിളിച്ച് മൊഴി കൊടുപ്പിക്കാനുള്ള ചെയ്യാം. വീട്ടില് ഇതേപോലെ വന്നിട്ട് പറഞ്ഞു മൊഴി കൊടുക്കാൻ പോരുത് അങ്ങനെയൊക്കെ കാര്യം പറയുകയും ചെയ്തു. ഞാൻ പറഞ്ഞ കണ്ട കാര്യം കറക്റ്റായിട്ട് ഞാൻ തുറന്നു പറയുന്നത്. ആരാണ് പറഞ്ഞ മൊഴി കൊടുക്കാൻ? അത് അവിടെയുള്ള പട്ടാഴിയുള്ള ഓരോ പ്രവർത്തകരാ. വീട്ടിൽ വന്ന് മൊഴി കൊടുക്കാൻ പോരുതെന്ന് പറഞ്ഞു. മൊഴി കൊടുക്കാൻ പോരുതെന്ന് പറഞ്ഞു.